ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും ആരോഗ്യ വകുപ്പിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം ഡയറിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ, ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബോയിലർ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് 2 ഒഴിവാണ് വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 14/3/2025 രാവിലെ 10 മണി മുതലാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ITI NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ കേരള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബോയിലർ തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 14/3/2025 രാവിലെ 11 മണി മുതലാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിറ്റഡ് ട്രേഡിലുള്ള ITI NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ 2nd ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റും കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ള മിനിമം 2nd ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 24,000 രൂപയാണ് ലഭിക്കുന്നത്. എക്സ്പീരിയൻസ് ആവശ്യമാണ്. റെലവൻറ്റ് ഫീൽഡിലുള്ള 1 ഇയർ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും റെലവൻറ്റ് ട്രേഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 1 വർഷത്തേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. എന്നാൽ 3 വർഷം വരെ നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ഡയറി അമ്പലത്തറയാണ് സ്ഥലം വരുന്നത്. ടെമ്പററി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 1/1/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC ST OBC എക്സ് സർവീസ്മാൻ വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ഇൻ്റർവ്യൂ സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ പുല്ലുവിള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. മാർച്ച് 10 രാവിലെ 10:30 പുല്ലുവിള CHCയിലാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജിയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. DLD ബാഡ്ജ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് കൊല്ലം ജില്ലയിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ കൊല്ലം ഡിവിഷൻ ഓഫീസ് പരിധിയിൽ 3ാം ഗ്രേഡ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. 90 ദിവസം വരെയാണ് നിയമനം. യോഗ്യത ITI സിവിലാണ്. സമാന മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം, ഇമെയിൽ, മൊബൈൽ നമ്പർ സഹിതമുള്ള അപേക്ഷ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആശ്രാമം, കൊല്ലം 691002 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ eeklm.hed@kerala.gov.in അല്ലെങ്കിൽ hedkollam@gmail.com മാർച്ച് 14 വൈകിട്ട് 5 മണിക്കകം സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് സുരക്ഷാ ജീവനക്കാരായി 179 ദിവസത്തേക്ക് 2 പേരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നുണ്ട്. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖകളുടെ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം മാർച്ച് 11 രാവിലെ 10:30 സൂപ്രണ്ടിൻ്റെ ചേംബറിൽ ഹാജരാവണം. പ്രായപരിധി 30 മുതൽ 50 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗവൺമെൻറ് ITIയിൽ മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരുടെ ഒഴിവിലേക്ക് മാർച്ച് 11 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഓപ്പൺ നോൺ പ്രയോറിറ്റി, പട്ടികജാതി എന്നീ വിഭാഗങ്ങളിൽ 1 വീതം ഒഴിവുകളാണുള്ളത്. ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ട്രേഡിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NSC 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രതിമാസം വേതനം 24,000 രൂപയാണ് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. വിശദ വിവരത്തിന് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.